ഹായ് ഗൈസ്, ഇറ്റ്സ് വൈബി ഗൾ പൂജ്. ആക്ച്വലി നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫോൺ കോളുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു വോയിസ് നോട്ട് കേൾക്കത്തില്ലേ? അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ എടുക്കരുത്, വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോലീസിനെ അല്ലെങ്കിൽ സൈബറിനെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമുക്കൊരു 2 months മുന്നേ ഇതേപോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഓൺ May 7th നമ്മൾ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഞാൻ ഹസ്ബൻഡ് കുട്ടി വന്ന് റൂം എത്തിയപ്പോൾ തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ അറൗണ്ട് 11:30 ആ ഒരു ടൈമിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോവാണ്. ആ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫോണിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വരുന്നത്? അപ്പോൾ ആൾ നല്ല ഉറക്കക്ഷീണത്തിലാണ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അങ്ങനെ വന്നിട്ട് വല്ല വാട്സപ്പ് ഒന്നായിരിക്കും, അത് നെറ്റ് ഓഫ് ചെയ്ത് വെക്കുക വരും. ശരി, നെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ എടുക്കുന്ന സമയത്താണ് കണ്ടത് ദാറ്റ് ഫോൺ പേന്ന് മെസ്സേജസ് നിറയെ വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് യൂഷ്വലി ഇങ്ങനെ നിറയെ സ്പാം കോൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഫോൺ പേ നിന്ന് ഗൂഗിൾ പേ എന്നൊക്കെ കോൾ വരുന്നു. സോ ഈ ഫോൺ പേ എന്നിട്ട് വന്നപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഇത് കട്ടാക്കി, സ്പാം കോൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ തന്നെ ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അറ്റ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് 9,999 അതിൻ്റെ ഒരു 3 ട്രാൻസാക്ഷനും പിന്നെ ഒരു 944 ആ ഒരു എമൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൺമുമ്പിൽ തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയാണ്. അപ്പം ഞാൻ ഷോക്കായിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് എടുത്ത് ചോദിച്ചു, ഒരു OTP വന്ന പോലെ മെസ്സേജ് കണ്ടു, പിന്നെ ഉടനെ 4 ട്രാൻസാക്ഷൻ നടന്നു, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ പേയിൽ കയറാൻ നോക്കുമ്പം ഫോൺ പേൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഷോക്കായി. സോ നമുക്ക് മനസ്സിലായി എമൗണ്ട് പോയി എന്നുള്ളതാണ്. വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പം തന്നെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിനെ കോൾ ചെയ്തു, അവരെ ഇൻഫോം ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പം തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്തു. ഉടനെ തന്നെ നമ്മൾ സൈബർ പോർട്ടലിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ പോയിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അതിന്റെ CSR കോപ്പി വന്നിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, ബാങ്കിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ആൻഡ് പിറ്റേ ദിവസം നമുക്കൊരു മെയിൽ വന്നു ദാറ്റ് ഇങ്ങനെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് തമ്മിൽ മിസ്മാച്ചിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1930 ഇതാണ് സൈബർ കംപ്ലൈൻറ്റ്സ് കൊടുക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പർ കേട്ടോ. സോ 1930 ഞാൻ കോൾ ചെയ്ത് ചോദിച്ചു. അപ്പം അവരെന്താ പറയുന്നത് വെച്ചാൽ, ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത്, ഈ ഒരു ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് നമ്മളുടെ തമിഴ്നാടു അഡ്രസ്സിലാണല്ലോ. സോ പക്ഷെ ഞങ്ങൾ കംപ്ലൈന്റിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള അഡ്രസ്സാണ്. സോ അവർ ആ കംപ്ലൈന്റ് വിത്ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കോയമ്പത്തൂർ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇവിടുത്തെ അഡ്രസ്സ് വെച്ച് റിട്ടേൺ കംപ്ലൈന്റും ആവശ്യമുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു. സോ നമ്മൾ അത് പ്രകാരം നമ്മൾ ഇവിടുത്തെ സൈബർ ക്രൈം ഓഫീസിൽ പോയി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അതേ ദിവസം തന്നെ ഞങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത ആ ദിവസം നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്താണ് വീണ്ടും വേറൊരു DBS അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഒരു 2,800 rupees പോയത്. അപ്പോൾ നമ്മൾ ഷോക്കായി. അതിനുശേഷം ആണ് പിന്നെ നമ്മൾ വേറൊരു കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടും കൂടെ ചെക്ക് ചെയ്യുമ്പോഴാണ് അതൊന്നും എമൗണ്ട് പോയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. സോ വീണ്ടും നമ്മൾ പോയി അവരുടെ അടുത്ത് ഇൻഫോം ചെയ്ത് വീണ്ടും ഒരു കേസും കൂടെ ഫയൽ ചെയ്തു. ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്താലും എമൗണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ലക്ഷങ്ങളുടെ കണക്കാണ് അവിടെ ഉള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോളോ അപ്പ് ചെയ്യുന്ന കേസുകളും കാര്യങ്ങളും. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ എമൗണ്ട് അറൗണ്ട് 35,000 ആണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ടോട്ടലായിട്ട് പോയിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്, എമൗണ്ട് പോയി നമുക്കത് തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളിങ്ങനെ ഒരു മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ സൈബറിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തതാണ്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ആയിരുന്നു ഗൈസ്. സോ ഗൈസ്, ആക്ച്വലി ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ അവിടെ ഈ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പോയ സമയത്ത് നമുക്ക് അവിടുത്തെ ഒരു മാം ആണെങ്കിൽ മുൻകരുതലുകളായിട്ട് നമ്മളുടെ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ആക്ച്വലി ഈ ഒരു സംഭവം എമൗണ്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് ഓർമ്മ വന്നത്. ആക്ച്വലി ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരു 1 week മുന്നേ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് പരിവാഹന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ ഫൈൻ വീണിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ്, അത് ഏത് സ്ഥലത്താണ്, എത്ര ഫൈൻ വീണൊക്കെന്ന് അറിയാനും പിന്നെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉള്ളിൽ പോകണം പറഞ്ഞിട്ട്. സോ അതൊരു നമ്പർ എന്നാണ് വന്നത്. സോ ഹസ്ബൻഡ് വിചാരിച്ചു നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നുള്ളൂ, സോ അതിൻ്റെയാണ് ഫൈൻ വീണേക്കുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഉള്ളിൽ കയറി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഫോൺ പേൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ വരെ പോയി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ട, അത് ചിലപ്പം സ്കാം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂഷ്വലി ഇതിന് മുന്നേ ബൈക്കിൻ്റെ ഫൈനൊക്കെ വരുന്നത് ചലാനായിട്ട് വീട്ടിൽ ഡയറക്റ്റ് ആയിട്ടാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. സോ അതുപോലെ വരും, നമ്മളിപ്പോൾ ഇതിൽ കയറി ചെയ്യാൻ നിൽക്കണ്ട, പുറത്ത് വന്നെന്ന് പറഞ്ഞ് പുറത്ത് വന്നു. അപ്പോൾ തന്നെ പരിവാഹൻ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ഈ ഒരു എമൗണ്ട് പോയത് 1 weekന് ശേഷമായിരുന്നു. അത് കഴിഞ്ഞു. അതിനുശേഷം അപ്പം
അത് ആക്ച്വലി ഒരു APK ഫയലായിരുന്നു. അതായത് നമ്മളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ നമ്മൾ അറിയുന്ന ആൾക്കാരുടെ കോണ്ടാക്ട് വഴി കൂടി എന്തെങ്കിലും ലിങ്കുകൾ വരുമ്പോൾ ആ ലിങ്കിനകത്ത് .apk എന്നൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. അതൊന്ന്. പിന്നെ നമ്മുടെ ഫോണ് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർ നമുക്കൊരു ആപ്പ് പറഞ്ഞു തന്നു. ആ ആപ്പിൻ്റെ പേര് വന്നിട്ട് mKavach എന്നാണ്. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. നമ്മളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക കേട്ടോ. സെർച്ച് ബാറിൽ പോയിട്ട് ടൈപ്പ് mKavach. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഓപ്ഷനായിട്ട് കാണിക്കും കേട്ടോ. സോ അതിനകത്ത് mKavach 2.0 എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. മൊബൈൽ സെറ്റിങ്സിൽ പോയിട്ട് ആപ്പ് പെർമിഷൻസ് ഓൺ ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. ഏറ്റവും മുകളിലായി കാണുന്ന ആ ബ്ലൂ കളർ സ്കാൻ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്യാൻ സ്റ്റാർട്ട് ആവും. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളും സ്കാൻ ആയതിനു ശേഷം അതിലുള്ള റിസ്കി ആപ്സ്, നോൺ റിസ്കി ആപ്സ്, ഹിഡൻ ആപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. നമ്മളുടെ ഫോണിൽ ഹിഡൻ ആപ്സ് ഒന്നും കാണിക്കുന്നില്ല, റിസ്കി ആപ്പ് ഒരെണ്ണം കാണിക്കുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. വൺസ് ആ റിസ്കി ആപ്പ് ഏതാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫോണിൽ പോയിട്ട് ഇൻസ്റ്റാൾഡ് ആക്കിയിരിക്കുന്ന ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ പ്രൊട്ടക്റ്റഡ് ആക്കാവുന്നതാണ്. ആൻഡ് ഗൈസ്, ഇതുപോലത്തെ നിറയെ സ്കാംസും നിറയെ പേർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ എമൗണ്ട് പോയി നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് വിചാരിച്ച് അതിന് പിന്നാലെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ എമൗണ്ട് കിട്ടില്ല. സോ കേസ് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. എമൗണ്ട് കിട്ടുമല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, വളരെ 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 കുറഞ്ഞ നമ്പർ ഓഫ് ആൾക്കാർക്ക് എമൗണ്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് മേ ബി ഇൻഫ്ലുവൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ നമ്മൾ സാധാരണക്കാരാണല്ലോ, കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കിട്ടുമല്ലോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. കിട്ടിയ സന്തോഷം. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് നെറ്റ്വർക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആൻഡ് നമ്മൾ കുറച്ചും കൂടെ ഒരു അവയർനെസ്സോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോണിലും എന്താ പറയുക ഹിഡൻ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഡിലീറ്റ് ആക്കി ഫോൺ എപ്പോഴും പ്രൊട്ടക്റ്റീവായിട്ട് വെക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ മാത്രം നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്യണ പോലെ വെക്കുക. ആൻഡ് അറിയാൻ പാടില്ലാത്ത ഗെയിംസോ അല്ലെങ്കിൽ വരുന്ന ലിങ്ക്സിലോ അറിയാതെ പോലും ടച്ച് ചെയ്യരുത്. അഥവാ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ 1930 വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻഫോം ചെയ്തേക്കുക. ഫോണിൽ പൈസ പോകുന്ന, ഫോൺ ഹാക്ക് ആവുന്നത് രണ്ടാമത്തെ വിഷയം. ബട്ട് അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരും. യെസ് ഗൈസ്, താങ്ക് യു, ബൈ.